അങ്ങനെ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് യാത്രയാക്കിയിട്ട് ഞാൻ എങ്ങോട്ട് പോകണമെന്നൊരു ലക്ഷ്യമില്ലാതെ ബൈക്ക് എടുത്തിട്ട് അവിടെ നേരെ പൈൻ ഫോറസ്റ്റിൻ്റെ ബാക്ക് സൈഡിൽ പോയി. പൈൻ ഫോറസ്റ്റിൻ്റെ അങ്ങോട്ട് എപ്പോഴും പോകുന്നതുകൊണ്ട് മെയിൻ എൻട്രൻസിൻ്റെ അങ്ങോട്ട് പോയില്ല. ഞാൻ നേരെ എൻ്റെ ബാക്ക് സൈഡിൽ പോയി. അവിടുന്ന് വേറെ വഴി ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആയി കാണുന്നത് കേട്ടോ. അങ്ങ് ദൂരെ കാണുന്ന പൈൻ ഫോറസ്റ്റാണ്. അങ്ങൊരു വെള്ളച്ചാട്ടമുണ്ട്. ഞാനവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ ഫുള്ള് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമില്ല, നനഞ്ഞില്ല അങ്ങനെ തുള്ളി പോലും. നല്ല മഴയുണ്ടായിരുന്നു. ദൂരെ അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറേ വെള്ളച്ചാട്ടങ്ങൾ കാണാം. അവിടെ നിന്നിട്ടുള്ള കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് കോട വന്നിങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നേരം അവിടെ നിന്നിട്ട് പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ മൊട്ടക്കുന്നിന് പോയി. മൊട്ടക്കുന്നിന് പോയത് വേറെ ഒന്നിനുമല്ല, നിവിയയ്ക്ക് തേനെല്ലിക്ക വാങ്ങാൻ വേണ്ടി പോയതാണ്. ഞാൻ കഴിഞ്ഞ തവണയും ഈ ചേച്ചിയുടെ കടയിലാണ് കയറിയത് കേട്ടോ. ചേച്ചി എന്നെ മറന്നിട്ടില്ലായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ ചേച്ചിയോട് കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് പോയത്. വണ്ടി കണ്ടപ്പോൾ ചേച്ചിക്ക് എന്നെ ഓർമ്മ വന്നു. ചേച്ചിയുടെ പേര് കുമാരി എന്നാണ്, കുമാരി ചേച്ചി. ചേച്ചിയുടെ കടയത്. അപ്പം ഞാൻ ഇവിടുന്ന് തേനെല്ലിക്ക മേടിച്ചു. അങ്ങനെ തേനെല്ലിക്കയൊക്കെ മേടിച്ചു പുള്ളിക്കാനം റൂട്ട് അങ്ങനെ ഉണ്ടെന്ന് ചേച്ചിയോട് ചോദിച്ചു. പിന്നെ പുള്ളിക്കാനം പോകുന്ന ഇരുത്തി അവിടെ നേരെ വണ്ടി എടുത്തു. വേറെ എങ്ങനെ ചേച്ചി? എന്റെ പേര് രാധാസദൻ. രാധാസദൻ. രാധാസ് പായസം. നമുക്ക് ഏതൊക്കെ പായസം ഉള്ള നിലവിൽ? നമുക്ക് അടയുണ്ട്, പാലടയുണ്ട്, ഗോതമ്പുണ്ട്, മത്തങ്ങ ഉണ്ടാകും, പഴം പായസം, ചക്കപ്പഴം പായസം. കഴിഞ്ഞ അതല്ല. ഞാനിന്നിപ്പം ഗോതമ്പ് മേടിച്ച് ചേട്ടനുണ്ട്. ഒരു ഗ്ലാസ് പായസം കുടിക്കാന്ന് കരുതി വണ്ടി നിർത്തി കേട്ടോ. ഇത് നമ്മുടെ മൊട്ടക്കുന്ന് പാലഴുകുംപാറ അങ്ങോട്ട് തിരിയുന്നതിൻ്റെ അവിടെ തന്നെ ഇവരുടെ പായസമൊക്കെ ചടങ്ങ് കേട്ടോ. വണ്ടിയിൽ ഇവരവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ മാറി താമസിക്കുന്നവരാണ്. ഞാൻ അവരുമായിട്ട് ചുമ്മാ സംസാരിച്ച് അങ്ങനെ ചുമ്മാ വീഡിയോ എടുത്താൽ കേട്ടോ. അവിടെ ഞാൻ ഗോതമ്പ് പായസമാണ് വാങ്ങിയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. പായസം കണ്ടപ്പോൾ കുടിക്കാനും തോന്നി. അതാ വണ്ടി നിർത്തി ഒരു ഗ്ലാസ് പായസം മേടിച്ചത്. നല്ല പായസമായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റി പായസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിലവിൽ 3 എണ്ണം ഉള്ളായിരുന്നു. ഞാൻ അതുകൊണ്ട് ഗോതമ്പ് പായസം വാങ്ങി. അങ്ങനെ പായസമൊക്കെ കുടിച്ച് കുറച്ചു നേരം അവരോട് സംസാരിച്ചു നിന്ന് കേട്ടോ. അവർ അവിടുന്ന് 13 കിലോമീറ്റർ മാറി അവരുടെ വീട്. അവർ ഈ പായസ കച്ചവടം ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. മകളുണ്ട്, ഡോക്ടറിന് പഠിക്കുവാണ്. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അവിടെ നിന്ന ഫാമിലി അവർ എൻ്റെ അടുത്ത സ്ഥലത്തുനിന്ന് വന്ന കേട്ടോ. കോട്ടയത്തുനിന്ന് തന്നെ, കാണക്കാരിയിൽ നിന്ന് വന്ന. അവരെനിക്ക് ഞാൻ കണ്ടിട്ടും പരിചയമൊന്നുമില്ല. അവിടെ വെച്ച് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അറിഞ്ഞതാണ് കാണക്കാരിയിൽ നിന്നാണെന്നുള്ളത്. അവർ കാറിന് ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നതാണ്. ഒരു ഗ്ലാസ് പായസത്തിന് 50 രൂപ കേട്ടോ. അതൊരു കൂടുതലായിട്ടും തോന്നിയില്ല. അങ്ങനെ പായസത്തിൻ്റെ പൈസ ഗൂഗിൾ പേ ചെയ്തു. ഞാൻ അവരോട് യാത്ര പറഞ്ഞു നേരെ പുള്ളിക്കാനം പിടിച്ച്. അപ്പം ബാക്കി യാത്ര അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. ഓക്കെ.